ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ ബിസിബേളി ബാത്ത് ഉണ്ടാക്കുന്നുണ്ട്. ബിസിബേളി ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കർണാടകയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. എൻ്റെ പേരൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. ആടെ ഇത് വെള്ളിയാഴ്ച മാത്രമേ കിട്ടും. വെള്ളിയാഴ്ച മാത്രം ഈ ഒരു സാധനം ഞങ്ങൾക്ക് അവിടെ കിട്ടും. ഞാൻ വെള്ളിയാഴ്ച ആവാൻ വേണ്ടി കാത്തുക്കും ഈ ഒരു സാധനം വാങ്ങി തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ ഞാൻ പേരൽ തന്നെ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ചയ്ക്ക് ഒരിക്കലെങ്കിലും ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കി പറയാം. രാവിലത്തെ നാസ്തെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ഒന്ന് സ്കൂളിൽ പോയ പിന്നെ പാരൻ്റ് പണിയെല്ലാം ഉണ്ടായിന്. അതെല്ലാം ഒന്ന് എടുത്ത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സാരി പ്രീ പ്ലേറ്റിംഗ് ബോക്സ് ഫോൾഡിങ് ആക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരു പ്രീ പ്ലേറ്റിംഗ് ബോക്സ് ഫോൾഡിങ് ആക്കാൻ പഠിച്ചാലുണ്ടല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സാരിയിൽ നമുക്ക് 300-500 നയിക്കാം. പിന്നെ എൻ്റെ കുറേ ഹെയർ ഗ്രാജറ്റും അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷസും ഇതെല്ലാം അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഈ ബ്രഷ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഡിപ്പാക്കിയിട്ട് ഒരു 5 മിനിറ്റോളം വെക്കുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഡിപ്പാക്കി വെച്ചിട്ട് തന്നെ ബ്രഷ് ക്ലീൻ ആക്കണമെന്നില്ല. ഒരു വെറ്റ് ടിഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ തുടച്ചെടുത്താലും മതി. ഞാനിത് കുറേ സമയമായി ഇങ്ങനെ ഒന്ന് വാഷാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വാഷാക്കുമ്പോൾ കുറച്ച് നോക്കിയിട്ട് വാഷാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രഷെല്ലാം ബടുക്കായി പോവും. അപ്പോൾ ഞാനിതൊരു സൈഡിലേക്ക് ഒരു 5 മിനിറ്റ് വെക്കുന്ന 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിന് കൂടുതൽ വെക്കണമെന്നൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ഹെയർ സെക്ഷൻ ബോക്സ് ചെയ്ത് ഫുള്ളായിട്ട് ബടുക്കായി പോയിട്ടുണ്ട്. ഞാൻ ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ആക്കുമ്പോൾ എല്ലാ പിൻസും അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ആയിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള എല്ലാ ഇയർ പിൻസും എല്ലാം ലൂസായിട്ടുണ്ട് പറഞ്ഞാൽ ദിവസം പ്രാക്ടീസ് ആക്കുന്നതിനെ കൊണ്ട് ഞാൻ ഈ കാണുന്ന ഇത്ര സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഞാൻ വേറെ പാക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രാക്ടീസ് ആക്കുന്ന ഞങ്ങൾ എല്ലാം പുതിയ തന്നെ യൂസ് ആക്കുമ്പോൾ വെറുതെ വേസ്റ്റായി പോകും. അങ്ങനെ അതിനെക്കൊണ്ട് ഞാനിത് പ്രാക്ടീസിന് മാത്രം ഇത്ര സാധനം ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാൻ അറിഞ്ഞിട്ട് അതും ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ ദിവസം ഹെയർ സ്റ്റൈൽ ആക്കിയിട്ട് പ്രാക്ടീസ് ആക്കലുണ്ട്. റീസൺ വേറെ ഒന്നുമല്ല, നമ്മൾക്കിപ്പോൾ പെട്ടെന്നൊരു ഹെയർ സ്റ്റൈൽ ആക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ കൈയും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് വർക്ക് ആക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ ആക്കാമെന്ന് 2 മണിക്കൂറെങ്കിലും സമയം വേണം. അപ്പോൾ ഞങ്ങളെ കൈ കുറച്ചും കൂടി ഫാസ്റ്റ് ആയാലും ഒന്നും കൂടി നല്ലതല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ആക്കലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമൻറ്റിൽ വന്ന് പറയാം. ഏത് ഹെയർ സ്റ്റൈൽ പറഞ്ഞാലും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഞാൻ ആക്കിയിട്ടിടാം. ബ്രഷ് ക്ലീൻ ആക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ ബ്രഷ് ഏത് ഡയറക്ഷനിലുണ്ടോ ആ ഡയറക്ഷനിൽ തന്നെ ഞങ്ങളത് ക്ലീൻ ആക്കാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രഷ് ഞങ്ങളത് വെടുക്കായി പോകും. അപ്പോൾ ബ്രഷെല്ലാം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കോട്ടൺ തുണിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ജനലിൻ്റെ അടുത്ത് ചെറുങ്ങനെ ഇളം വെയിൽ അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ അടിയിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ.